ഈവനിങ്ങായപ്പോൾ അതേ ചെടി നനയ്ക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചൂട് കൊണ്ട് നമ്മൾ മാത്രമല്ലല്ലോ, ചെടിയും വല്ലാണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈവനിങ് ആകുമ്പോൾ ഒരു നന എന്തായാലും പതിവാണ്. പിന്നെ കൊള്ളിയൊക്കെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ പറിച്ച് നടന്നത്. ആദ്യത്തെ തവണ നട്ടിട്ട് ഞങ്ങൾക്ക് കൊള്ളിയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ വീണ്ടും അമ്മ നട്ടിരിക്കുകയാണ് കേട്ടോ ഓരോ കടയായിട്ട്. ഞാനിത് കറിവേപ്പിൻ്റെ ഇലയും കട മാത്രമല്ല ഇലയൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയൊരു തൈയായിരുന്നു. അപ്പോൾ ചട്ടിയിലുണ്ടായിരുന്നത് ഞാൻ പറിച്ച് മുറ്റത്ത് അവിടെ നട്ടതാണ്. നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു സൈഡിലേക്ക് നോക്കിയപ്പോൾ ഒരാൾ ഇവിടെ മണ്ണിൽ കളിച്ച് കുളിക്കുക എന്ന് പറയില്ല, അങ്ങനെയാണ്. അതിൻ്റെ സന്തോഷമാണ് അവിടെ മുഖത്ത് കാണുന്നത്. ഒരു ബൊഗെയിൻവില്ല സെക്ഷൻ ഉണ്ട്. എനിക്ക് രണ്ട് കളറുള്ളൂ, ഒരു വൈറ്റും ഒരു പിങ്ക് കളറും. ചേട്ടനോട് പറഞ്ഞ് എനിക്ക് വാങ്ങി തന്നതാണ് ഗൈസ്. പിന്നെ ശംഖുപുഷ്പമൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട്. അതിൻ്റെ ഇവിടെ ബ്ലൂ കളറും ഉണ്ട് കേട്ടോ. നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നത്. എപ്പോഴും ഇങ്ങനെ കാട് പോലെയൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ച് പറിച്ച് കളയാറുണ്ട്, കാരണം മറ്റു ചെടികൾക്ക് ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ മെയിൻ സംഭവം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നഴ്സറിയിൽ നിന്നൊക്കെ പോയിട്ട് മേടിച്ച് തൈ രൂപത്തിൽ ഒരു 12 എണ്ണം തൈയായിട്ട് മേടിച്ച് നട്ട ചെടികളാണ് ഈ കാണുന്നത്. പച്ചമുളക് കണ്ടില്ലേ ഉണ്ടായി നിൽക്കുന്നത്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട്. അതേ ആ ചിത്രമാണ് കാണുന്നത്. ഇങ്ങനെ കാണുന്നപ്പോൾ ഞാൻ നട്ടതാണ്. എന്തായാലും വേണ്ടില്ല, 8 എണ്ണം പിടിച്ചിട്ടുണ്ട്. എന്നാലും അതിലൊക്കെ ഒരു പൂവും കായൊക്കെ ഉണ്ടായി കാണാമെന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതിലൊരു പൂവും കായൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ. ഇതിൽ മെയിനായിട്ട് പോട്ടി മിക്സിൽ എല്ലുപൊടിയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും ചകിരിച്ചോറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു 15 ദിവസമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ ഇലയമയ്ക്ക് കഞ്ഞിവെള്ളമൊക്കെ സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.